ഇന്ന് മീൻ കിട്ടിയില്ല. പിന്നെ ഞാൻ അമ്മയുടെ വീട്ടിൽ പോയി ഒരു അയല എടുത്തുകൊണ്ട് വന്ന് ഗുണ്ടുവിന് വേവിക്കുന്നതാണ്. ഞങ്ങൾക്കിന്ന് തോരനും പിന്നെ മീനും ചേട്ടൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. അതുകൊണ്ട് ഞങ്ങൾ ഒരു തോരൻ മാത്രമേ വെച്ചുള്ളൂ, അല്ലാതെ കറി ഉണ്ടായിരുന്നു. അപ്പം ഗുണ്ടു ഇവിടെ തന്നെ കിടപ്പുണ്ട്. ചോറ് കഴിക്കാൻ വിളിക്കണതാണ്, അതിൻ്റെ ഒരു ക്ഷീണമൊക്കെയാണ്. പിന്നെ ഒരു അയല മീനും ചോറും കൂടി കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അവന് കഴിക്കാൻ വേണ്ടി ആദ്യം ഞാൻ കുറച്ച് അയല വെച്ച് കൊടുത്ത് അവന് ടേസ്റ്റ് ഒന്ന് പിടിക്കട്ടെ, എന്നിട്ട് പെട്ടെന്ന് ഞാൻ എല്ലാം വിരവി കുഴച്ച് വെച്ച് കൊടുത്ത്. എന്നിട്ട് ഇതിൽ നിന്ന് തന്നെ കുറച്ചെടുത്ത് ഞാൻ നമ്മളെ അമ്മപ്പൂച്ചിക്ക് അടുക്കളയുടെ ഭാഗത്ത് അവൾ വന്നിരിപ്പുണ്ട്. എപ്പോഴും അവനെ പേടിച്ച് താഴോട്ട് വരില്ല, അതിൻ്റെ മുകളിലാണ് ഇരിക്കാറ്. അങ്ങനെ ഇന്നെല്ലാം കഴിച്ച് തോരനും ചോറും കൊച്ചിനും കൊടുത്ത്. അവൾക്കൊന്ന് വയ്യ, എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വിഷമിച്ചിട്ടാണ് വയറുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കാനൊന്നും വയ്യ. അവൾക്ക് വേറെ കറികളൊന്നും വേണ്ട. അവൾക്ക് ഇഷ്ടമാണ് ഈ കോവയ്ക്ക മെഴുക്ക് പുരട്ടി. അപ്പോൾ അവൾക്ക് വേണ്ടിയാണ് ഞാനങ്ങ് ഈ തോരനായിട്ട് കൂടുതൽ വെച്ച് കൊടുത്തത്. പിന്നെ ഗുണ്ടു ഒന്ന് കഴിച്ചു കേട്ടോ. ഇനി എല്ലാവരെയും കൊഞ്ചിച്ച് അവൻ കഴിക്കുമെങ്കിൽ ഞാൻ വാരിയൊന്നും കൊടുക്കില്ല. ഞാൻ അവിടെ അങ്ങ് വെച്ചിട്ടങ്ങ് പോയി. നോക്കി ലാസ്റ്റ് ഇത്രയും മിച്ചം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്ത് ഇത് ബാക്കി നമ്മളെ പൂച്ചയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അവൻ തിന്നല്ലോ എന്നും പറഞ്ഞ് ഞാൻ അടുക്കളയിലോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ കിണറ്റിൻ്റെ ഭാഗത്ത് കൊണ്ടുവച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇത് പൂച്ച വന്ന് കഴിക്കാൻ വേണ്ടി വരികയും ചെയ്തു. ഈ ഗുണ്ടു കുശുമ്പനെന്നറിയല്ല, അവൾ ആമി വരുമ്പം കഴിക്കും പോലത്തെ കുശുമ്പാണ് അവന് പൂച്ചയെ കണ്ട ഉടനെ ബാക്കിയും കൂടി അതിലുണ്ടായിരുന്നു വേണ്ടാതെ വെച്ചിട്ട് പോയതായിരുന്നു. നമ്മളെ വീട്ടിൽ വളർത്തുന്ന പിള്ളേരെ പോലത്തെ എല്ലാ കുശുമ്പും അവനുണ്ട് കേട്ടോ. പിന്നെ ഉടനെ പൂച്ച കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ചോറില്ലാതെ അവ എല്ലാം എടുത്ത് കഴിച്ചു. അതാണ് അവൻ്റെ കുശുമ്പ്.